അനുഭവിച്ചല്ലോ. നമ്മുടെ കൂട്ടായ്മകൾ കൂടിവരവുകളിലെല്ലാം വലിയ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ ഇടയാക്കി തീർത്തു. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ധാരാളം പ്രിയപ്പെട്ടവർ സാക്ഷ്യ സമയത്ത് അല്പസമയം സാക്ഷ്യത്തിനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞാൻ അധികം ഒരു ദീർഘമേറിയ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെയും നാട്ടിലേക്ക് പോവുകയും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഓരോ വാക്കിൽ സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അവർക്കെല്ലാം അല്പ സമയങ്ങൾ നമ്മൾ വേർതിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അധികം സമയം ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നില്ല. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതിന് പകരമായി ആ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജനസിസ് ചാപ്റ്റർ 40. സങ്കീർത്തനം 116 ബദ്ധനസ്ഥനായി കിടക്കുന്ന, കാരാഗൃഹത്തിൽ കിടക്കുന്ന, ചങ്ങലകളിൽ കിടക്കുന്ന വ്യക്തിയുടെ ജീവിത അനുഭവത്തോടൊക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ് സങ്കീർത്തനം 116 നമ്മളോട് സംസാരിക്കുന്നത്. അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു വേദഭാഗം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം. 40-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യോസേഫ് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന സന്ദർഭം, അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ മറ്റ് പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഈ കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസേഫിൻ്റെ ജീവിതം നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് അദ്ദേഹത്തിൻ്റെ സീരീസ് ഓഫ് പ്രോബ്ലം, സീരീസ് ഓഫ് ക്രൈസിസ് സിറ്റുവേഷൻസിൻ്റെ ഒരു പാർട്ടായിരുന്നു ഈ കാരാഗൃഹത്തിലും താൻ അടയ്ക്കപ്പെട്ടത്. തൻ്റെ സഹോദരന്മാർ തന്നെ എന്ത് ചെയ്തു? മുൻപൊരിക്കൽ തന്നെ ചതിച്ച അനുഭവം തനിക്കുണ്ട്. മാത്രവുമല്ല, തന്നെ ഒരു അന്യദേശത്ത് ഒരു അടിമയെ പോലെ വിറ്റ് പൊത്തീഫറിൻ്റെ ഭവനത്തിൽ വെച്ചുണ്ടായതായ പീഡകൾ എല്ലാം തൻ്റെ ജീവിതാനുഭവത്തിലുണ്ട്. തനിക്കെതിരെ ദുരാരോപണങ്ങൾ പറഞ്ഞ സാഹചര്യത്തിൽ തനിക്ക് നേരിടേണ്ടി വന്നതായ കാഠിന്യമേറിയ വിഷയങ്ങളൊക്കെയും യോസേഫിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലെല്ലാം യോസേഫിന് യാതൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ യാതൊരു നിലയിലും തളർന്നു പോകാതെ, യാതൊരു നിലയിലും പതറിപ്പോകാതെ യോസേഫിന് മുന്നോട്ട് ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, in every situation he could experience God's favor and sight upon him. എല്ലാ സമയത്തും യോസേഫിനോട് കൂടെ ഇരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവകൃപ യോസേഫിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ജീവിതത്തിൽ വന്നതായ തിക്തമായ പല പ്രതിസന്ധിയുടെ ഒരു പരമ്പരയിലും, even though he has faced various kinds of trials and punishments and even accusation as a series in his life, but he was able to withstand all this situation. It was because there was a favor from the Lord himself. Hallelujah. ദൈവത്തിൽ നിന്ന് യോസേഫിന് ഒരു കരുണ ലഭിച്ചു. യോസേഫിനോട് കൂടെ യഹോവയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് വിൽ നെവർ ഫോർസേക്ക് യു. ജീവിതത്തിൽ എത്ര കഷ്ടതകളും എത്ര പ്രതിസന്ധികളും എത്ര പ്രയാസങ്ങൾ വന്നാലും എൻ്റെ ദൈവം നിങ്ങളെ മറന്നു കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രികാലം ചില നിമിഷങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ ജോസഫിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് വിൽ നെവർ ഫോർസേക്ക്. പ്രൈസ് ദി ലോർഡ്. ഈ യോസേഫിൻ്റെ കാരാഗ്രഹത്തിലേക്ക് തന്നെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ കാരാഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. യോസേഫിനെ നമുക്കൊന്ന് സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസേഫ്, ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായ അനുഭവങ്ങളെ ഒരു തേർഡ് പേഴ്സൺ എന്ന നിലയിൽ മാറി നിന്ന് യോസേഫിനെ നമുക്കൊന്ന് വീക്ഷിക്കാം. ദ ഡേ
there was a day when he was assigned to take care of two people. ആളുകളെ ശുശ്രൂഷിക്കാനായിട്ടൊരു നിയോഗം കിട്ടിയ ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. നമുക്കതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം വിശദീകരിച്ച് പറയാനായിട്ട് പോകുന്നില്ല. 40-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അനന്തരം മിസ്രയീം രാജാവിൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു. അതായത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോന് ശുശ്രൂഷ ചെയ്യുന്ന രണ്ടാളുകൾ, വൺ ഈസ് എ കപ്പ് ബിയറർ ആൻഡ് അനദർ വൺ ഈസ് എ ബേക്കർ. ഒന്നാമത്തെ ആൾ എന്താ ചെയ്യുന്നത്? പാനപാത്രം അല്ലെങ്കിൽ പാനപാത്രവാഹകനായി രാജാവിന് കുടിക്കാനുള്ള വീഞ്ഞ് പകർന്നു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ് ഈ പാനപാത്രവാഹകൻ. മറ്റേ ആള് അങ്ങ് കുക്കായിട്ട് അല്ലെങ്കിൽ ഷെഫായിട്ട് അടുക്കള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. സത്യത്തിൽ ഈ ഫറവോൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രണ്ട് വ്യക്തികളാണ് ആ കൊട്ടാരത്തിലുള്ളത്. ഒന്ന് പാനപാത്രവാഹകൻ. അദ്ദേഹം എപ്പോഴും ഈ ഫറവോൻ്റെ അടുക്കൽ വീഞ്ഞ് കുടിക്കാനായി കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം അല്പം വീഞ്ഞ് ഈ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ജഗ്ഗിൽ നിന്ന് ഒടിക്കുന്ന വീഞ്ഞ് ആദ്യം അല്പം കുടിക്കേണ്ട വ്യക്തി ആരാണെന്നറിയാമോ? ഈ പാനപാത്രവാഹകനാണ് കുടിക്കേണ്ടത്. കാരണം ഏതെങ്കിലും കാരണവശാൽ അതിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻസോ എന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് രാജാവിന് കുടിക്കാൻ യോഗ്യമാണ് എന്ന് ബോധിപ്പിക്കേണ്ട ചുമതല ആർക്കാണ്? ഈ പാനപാത്രവാഹകനാണ്. അദ്ദേഹമാണ് ആദ്യം കുടിക്കണം. അദ്ദേഹം കുടിച്ചിട്ട് അദ്ദേഹത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ലെങ്കിലാണ് ഇത് ആര് കുടിക്കുന്നത്? ഫറവോൻ കുടിക്കേണ്ടത്. അതുപോലെ തന്നെ അടുക്കളയിൽ തനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതായ അപ്പങ്ങളും തനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം അത് ആദ്യം കഴിക്കേണ്ട വ്യക്തിയും ആരാണ്? ഈ അപ്പക്കാരനാണ്. ഈ അപ്പക്കാരൻ കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മറ്റ് ഡയറിയയോ മറ്റ് ഫുഡ് പോയ്സണിങ്ങോ ഒന്നും ഉണ്ടായില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഫറവോൻ ഈ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ജോലിയാണ്. മാത്രവുമല്ല ഈ രണ്ട് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ രാജാവിൻ്റെ അന്തർപ്പുറങ്ങൾ, രാജാവിൻ്റെ റൂമുകൾ, രാജാവിൻ്റെ അടുക്കൽ വരെ ചെല്ലാൻ കഴിയുന്നതും രാജാവ് പറയുന്ന സംഭാഷണങ്ങൾ കേൾക്കുകയും രാജാവിനോട് സംസാരിക്കുകയും രാജാവ് തിരിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ജോലി. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാൽ, പ്രൈസ് ദി ലോർഡ്, തീർച്ചയായിട്ടും അതിന് തക്കതായ ശിക്ഷാ നടപടികൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ അപ്പക്കാരനും പാനപാത്രവാഹകനും ഒരു കുറ്റം ചെയ്തു. അതായത് തൻ്റെ യജമാനനായ രാജാവിനോട് കുറ്റം ചെയ്തു. ഒരുപക്ഷെ വേണ്ട നിലയിൽ ഡെലിജൻ്റായിട്ട് ജോലി ചെയ്തില്ലായിരിക്കാം. അതായിരിക്കാം കുറ്റം. എന്താ കുറ്റം നമുക്കറിയത്തില്ല. ഇവർക്കൊരു ശിക്ഷ കിട്ടേണ്ടതിന് പകരം അതിൻ്റെ ഒഫീഷ്യൽസിനാണ് ശിക്ഷ കൊടുത്തത്. അതായത് അങ്ങനെയാണല്ലോ എപ്പോഴും. കീഴുദ്യോഗസ്ഥർ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ ആരോടാണ് ചോദിക്കുന്നത്? മാനേജറിനോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നത ആൾക്കാരോടാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ താഴത്തെ ഒരു ലേബർ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചാൽ അതിൻ്റെ ചോദ്യം ആരാ നേരിടേണ്ടത്? അതിൻ്റെ ഹയർ ഒഫീഷ്യൽസാണ് നേരിടേണ്ടത്. എന്നതുപോലെ ഈ വ്യക്തിക്ക് ഉണ്ടായതായ ഈ ഒരു പ്രത്യേകമായ കുറ്റം നിമിത്തമായി രണ്ടുപേരെ പിടിച്ച് ജയിലിലിട്ടു. ആരൊക്കെയാണ്? ഒന്ന് ഒരു പാനപാത്രവാഹകൻ്റെ പ്രമാണിയും മറ്റേത് അപ്പക്കാരുടെ പ്രമാണിയും. നോക്കിക്കോണം, കുറ്റം ചെയ്ത ആളല്ല വാസ്തവത്തിൽ ജയിലിൽ പോയത്. ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേരാണ് ജയിലിൽ കിടക്കുന്നത്. എന്നാൽ ഇവർ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായ ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവർക്കുള്ളത്. കാരണം ദേ ആർ നോട്ട് സിംപ്ലി എ പ്രിസണേഴ്സ്, ദേ ആർ ഹൈ ഒഫീഷ്യൽസ്. അതുകൊണ്ട് ജയിലിലാണെങ്കിലും ഒരു രാജകീയ പരിവേഷം ഇവർക്കുണ്ട്. മറ്റ് തടവുകാരെ പോലെ ഉള്ള ട്രീറ്റ്മെൻറ്റ് ഇവർക്ക് കൊടുക്കുകയില്ല. മറിച്ച് അവർക്ക് അല്പം കൂടി ഒരു ശുശ്രൂഷകൾ ഈ കാരാഗ്രഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെ നോക്കാനായിട്ട് കാരാഗ്രഹത്തിൻ്റെ പ്രമാണി ആരെ ഏൽപ്പിച്ചു? യോസേഫിനോട് പറഞ്ഞു, നാളെ മുതൽ നിനക്കൊരു ഡ്യൂട്ടി ഉണ്ട് ജയിലിൽ. രണ്ട് വിശിഷ്ടപ്പെട്ട വ്യക്തികൾ ഇന്ന് കാരാഗ്രഹത്തിൽ രാജാവ് കൊണ്ട് അടച്ചിട്ടുണ്ട്. മേ ബി എ ടെമ്പററി ടൈം, അല്പസമയത്തേക്കായിരിക്കും, അല്പനാളത്തേക്കായിരിക്കും. നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇവരെ വന്ന് ശുശ്രൂഷിക്കണം. അപ്പോൾ ഈ പാനപാത്രവാഹകനെയും അപ്പക്കാരൻ്റെ ഈ രണ്ട് ഒഫീഷ്യൽസിനെ എന്ത് ചെയ്യണം? വന്ന് ശുശ്രൂഷിക്കണം, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കണം, അവർക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇതാണ് യോസേഫിന് കിട്ടിയ ജോലി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോസേഫിന് വളരെ സന്തോഷമായി. അല്ലെങ്കിൽ യോസേഫ് ഇൻഫാക്ട് എല്ലാ ഡ്യൂട്ടിയും ചെയ്യാനായിട്ട് തയ്യാറാണല്ലോ. അങ്ങനെ ഈ കാരാഗൃഹത്തിലെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് താൻ തയ്യാറായി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്ന സമയം, ഹല്ലേലൂയ, ജോസേഫിന് മനസ്സിലായി
ഈ രണ്ട് വ്യക്തികൾ അവരുടെ ചാർജ് എന്താണ്, അവരുടെ മേലുള്ള കുറ്റം എന്താണ്, ഇതെല്ലാം മനസ്സിലായിട്ട് യോസേഫ് ദൈവത്തിൽ ആശ്രയിച്ച് ഈ പാനപാത്രവാഹകൻ്റെയും ഈ അപ്പക്കാരൻ്റെയും അടുക്കിലേക്ക് ചെല്ലുകയാണ്. അത് 40 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് വരുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. അപ്പോൾ വാസ്തവത്തിൽ a new day for Joseph. It was something special as per his notice. തൻ്റെ ചിന്ത പ്രകാരം ഇതൊരു പ്രധാനപ്പെട്ട ദിവസമായിട്ട് തനിക്ക് തോന്നുന്നില്ല. തനിക്ക് ഒരു അസൈൻമെൻറ്റ് കിട്ടി, തനിക്കൊരു ഡ്യൂട്ടി കിട്ടി, ഇത് ചെയ്യാനായിട്ട് താൻ തയ്യാറായി മുന്നോട്ട് വരികയാണ്. ബട്ട് ദർ ഈസ് എ ട്വിസ്റ്റ്. അവിടെയാണ് യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ കഥ മറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില സന്ദർഭങ്ങളിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിലും നനച്ചിരിക്കാത്ത സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രങ്ങളിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് അതിനകത്ത് നിന്ന് നമുക്ക് ചില പദ്ധതികളുണ്ട്. So trust God in the moments of twist. നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാത്തതായ അനുഭവങ്ങൾ വരുമ്പോൾ, the first thing I just want to remind you with the life of this Joseph, ഈ യോസേഫിന്റെ ജീവിതത്തിൽ നിന്ന് ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, trust in the God in the life twisting situation, or trust God in the twist. പ്രൈസ് ദി ലോർഡ്. യോസേഫ് രാവിലെ ചെന്ന് ഈ പാനപാത്രക്കാരൻ്റെ പ്രമാണിയെയും അപ്പക്കാരൻ്റെ പ്രമാണിയെയും കണ്ട് അവരോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോസേഫിന് അറിയുന്നില്ല, ഇറ്റ് ഈസ് ഗോഡ്സ് പ്രൊവിഡൻസ് ഹാപ്പനിങ് ഇൻ ഹിസ് ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ യോസേഫിനോടുള്ള ബന്ധത്തിൽ നടക്കുകയാണ് എന്ന് യോസേഫിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. താൻ സാധാരണഗതിയിൽ സാധാരണ ഒരു ജോലി ചെയ്യുന്നത് പോലെ, സാധാരണ ഒരു അസൈൻമെൻറ്റ് പോലെ തൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം യോസേഫിന് അറിയാതെ പോയൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയാണ് ചിലത് ഈ കാരാഗൃഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So it was God's providence of sovereignty that God is is controlling the life of Joseph. ഇത് യോസേഫിന് വേണ്ടിയാണ് ഈ രണ്ട് ഒഫീഷ്യൽസിനെ അവിടെ അല്ലെങ്കിൽ ഈ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ട്വിസ്റ്റുകൾ സംഭവിക്കുമ്പോൾ അതിനെ നിസ്സാരമായി കാണരുത്. ഒരുപക്ഷെ അതിനകത്തെല്ലാം ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നനച്ചിരിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ, നമ്മുടെ മുമ്പിൽ സംജാതമാകുമ്പോൾ, if we face some kind of things, situations in front of us, do not discount that situations. അതിനെ നിസ്സാരമായി കാണരുത്. There would be some providence, there would be some provisions in the twists of our life. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില അനുഭവങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന് ചില പദ്ധതികൾ അതിനകത്തുണ്ട്, ദൈവത്തിന് ചില ആലോചനകൾ അതിനകത്തുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ചില പദ്ധതികളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ when it is going very smooth, സാധാരണ പോലെ പോകുമ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിട്ട് ഒരു ട്വിസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർക്കുക, there is something God is going to work. അപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ആ ഒരു ദിവസം കാരാഗൃഹത്തിൽ നാം നോക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളെ അവിടെ കാണുകയാണ്. അവരോടുള്ള യോസേഫിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. സോ ലെറ്റ് മീ മേക്ക് ഷുവർ വൺ തിങ്, ഇറ്റ് വാസ് നോട്ട് ആക്സിഡൻ്റൽ, ഇറ്റ് വാസ് നോട്ട് കോയിൻസിഡൻ്റ്. ഈ രണ്ടുപേരെ ശുശ്രൂഷിക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ് യോസേഫിനൊരു നിയോഗം ലഭിച്ചത് അത് യാദർച്ഛികമായിട്ട് സംഭവിച്ചതല്ല, അത് സന്ദർഭോചിതമായിട്ടുണ്ടായതല്ല. ഇറ്റ് വാസ് ഗോഡ്സ് റൈറ്റ് പ്രൊവിഷൻ ഫോർ യോസഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ യാദർശിക സംഭവിച്ചതല്ല. ഇറ്റ് ഈസ് നോട്ട് ഹാപ്പൻഡ് വിത്ത് എ കോയിൻസിഡൻസ്, ഇറ്റ് ഈസ് നോട്ട് ആക്സിഡൻ്റലി ഹാപ്പൻഡ്. അതൊരു യാദർശിക വന്ന് ചേർന്നതല്ല, അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള പദ്ധതികളാണ്. പലപ്പോഴും നമ്മളതിനെ നിസാരവൽക്കരിക്കരുത്. ഡു നോട്ട് ഡിസ്കൗണ്ട് പ്രൈസ് ദി ലോർഡ് ദ ട്വിസ്റ്റ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വഴിതിരിച്ചു വിടുന്നത് പോലെ അല്ലെങ്കിൽ മാറിപ്പോകുന്നത് പോലെ ഏതെങ്കിലും തലത്തിലൊരു വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുതലിൻ്റെ ഭാഗമാണ്. അത് യോസേഫിന് ഒരുപക്ഷെ അറിയാൻ കഴിഞ്ഞില്ല. ബട്ട് ഇൻ ദ ഹിഡൻ സിറ്റുവേഷൻ, അറിഞ്ഞിരിക്കാത്ത ആ ഒരു മറവിൽ, ആ ഒരു മാർമിക മണ്ഡലത്തിൽ യോസേഫിന് വേണ്ടി ചില അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.
So trust in the Lord. Trust in the God. For, hallelujah, there would be certain twists in our life. But God is having some provision in midst of that kind of situation. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ അടുത്തത് പോകുന്നത് യോസേഫിന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാനുള്ള ഒരു അവസരമായി മാറി. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ആ പ്രസന്റ് സിറ്റുവേഷൻ നമുക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രം, ഇറ്റ് ഈസ് ടു സീക്ക് God's glory or seek his glory. Praise the Lord. അപ്പോൾ പതിവ് പോലെ ഈ യോസേഫ് കിട്ടിയ അസൈൻമെന്റ് അനുസരിച്ച് ഈ രണ്ട് പുതിയ ആളുകളെ കണ്ട് അവരോട് സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ രണ്ടുപേരും വളരെ വിഷമിച്ച് ഹല്ലേലൂയ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. എന്നിട്ട് അവൻ യജമാന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറവീനെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ പാനപാത്രവാഹന്റെ അടുത്തേക്ക് ചെല്ലുന്നപ്പോൾ യോസേഫിന് കിട്ടിയ ഫസ്റ്റ് ഡ്യൂട്ടി എന്തായിരുന്നു? ഈ രണ്ടുപേര് കണ്ട സ്വപ്നം എന്ത് ചെയ്യണം? വ്യാഖ്യാനിച്ചു കൊടുക്കണം. അപ്പോൾ യോസേഫ് ഞാനായിരുന്നെങ്കിൽ പറഞ്ഞു, അരേ വാ ക്യാ ബാത്ത് ഹേ, ഈ സ്വപ്നമാണ് എൻ്റെ ട്രാജഡി. ഞാനിവിടെ കിടക്കുന്നതെല്ലാം ഏതാണ്? ഈ സ്വപ്നം കണ്ടതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. സ്വപ്നമൊന്നും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ വാക്ക് കേൾക്കാനേ എനിക്കിഷ്ടമില്ല. കാരണം എന്താ? സ്വപ്നം കണ്ടതിൻ്റെ ദുരിതങ്ങളൊന്നും അനുഭവിച്ച് തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. യോസേഫ് കണ്ട സ്വപ്നങ്ങളെല്ലാം വളരെ നല്ല നല്ല സ്വപ്നമായിരുന്നു. എന്നാൽ അതിൻ്റെ 7 അയലോക്കത്ത് പോലും വരാനായിട്ട് യോസേഫിന് കഴിഞ്ഞിട്ടില്ല. യോസേഫിനോട് സ്വപ്നം എന്ന് പറയുമ്പോഴേ യോസേഫിന് ഞെട്ടല. അപ്പോഴാണ് വന്ന ടീമും എന്താ പറയുന്നത്? ഞങ്ങളും ഒരു സ്വപ്നം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വാസ്തവത്തിൽ യോസേഫിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഉണ്ടാകേണ്ടത്. മക്കളെ അല്ലെങ്കിൽ സഹോദരങ്ങളല്ലേ, സാറുമാരെ, സ്വപ്നമാണോ? എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ആ ഭാഗത്തേക്കേ വരുന്നില്ല എന്ന് പറഞ്ഞേനെ. കാരണം എന്താ? സ്വപ്നം കണ്ടത് ഈ വ്യക്തിക്ക് ഇതുവരെയും അതിൻ്റെ നിവൃത്തി കാണാൻ കഴിയാതെ, പ്രൈസ് സ്വപ്നം കണ്ടതിൻ്റെ നിവൃത്തി കാണാൻ കഴിയാതെ, അതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിയാതെ, വാക്തത്വം കാണാൻ കഴിയാതെ, ദൈവം കാണിച്ച സ്വപ്നത്തിൻ്റെ ഹല്ലേലൂയ പൊരുൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന യോസേഫ് അത് ജീവിതത്തിൽ കാണാതിരിക്കുന്ന യോസേഫാണ് പറയുന്നത്, ബാ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വ്യാഖ്യാനിച്ചു തരാമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് മീൻസ് എന്നെ ബലപ്പെടുത്തിയൊരു കാര്യം, നിൻ്റെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകാൻ കുറച്ച് ഡിലേ ഉണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് നമ്മോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഏതെങ്കിലും വാക്തത്വങ്ങൾ ഡിലേ ഉണ്ടെങ്കിലും praise the Lord, hallelujah, you may be still in the waiting room of the dreams that you have seen, but hallelujah, there would be a time, hallelujah, you will be leading or you will be hallelujah helping others to achieve their dreams. അവരുടെ ജീവിതത്തിലെ അവരുടെ സ്വപ്നങ്ങളെ കാണാൻ ഒരുപക്ഷെ നിങ്ങളെ ദൈവം നിയോഗിക്കുന്നതായിരിക്കും. അത് ഓർത്തിട്ടാണ് യോസേഫ് പറഞ്ഞത്, ഹല്ലേലൂയ, ഇങ്ങ് പോര്, ദൈവം നിങ്ങളോട് അറിയിക്കും. 8-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, അവൻ അവരോട് ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ യോസേഫ് അവരോട് സ്വപ്നം വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ, അത് എന്നോട് പറയുക ഹല്ലേലൂയ എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. യോസേഫ് ഇത് പറയുമ്പോഴും യോസേഫിൻ്റെ ഉള്ളറകളിൽ ഒരു കാര്യം മന്ത്രിക്കുന്നുണ്ട്. യോസേഫേ, കഴിഞ്ഞ ഏറിയ നാളുകളായി നീ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പുറകെ നടക്കുകയല്ലേ, നീ ഒരു സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി നോക്കി പാർക്കുകയല്ലേ, നീ എങ്ങനെ ഈ സ്വപ്നം വ്യാഖ്യാനിക്കുമെന്നുള്ള ഉള്ളിൽ ഹല്ലേലൂയ സാത്താൻ ഒരു പക്ഷേ യോസേഫിനോട് സംസാരിക്കുന്നുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ
യോസേഫിന് മനസ്സിലായി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ സ്വപ്നം നിവർത്തിച്ചോ ഇല്ലയോ എന്നല്ല, ദൈവത്തിൻ്റെ നാമം ഉയരണം, ദൈവത്തിൻ്റെ നാമം ഇവിടെ ഉയർത്തപ്പെടണം. ഹല്ലേലൂയ. അവർ ഡ്യൂട്ടി ഇൻ ദ പ്രസന്റ് ലൈഫ് ഈസ് ടു ഹല്ലേലൂയ ആക്റ്റീവ്ലി സീക്ക് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം. സോ ഇൻ ദ പ്രസന്റ് സിറ്റുവേഷൻസ് we are hallelujah supposed to seek the glory of the Lord. Praise the Lord. Hallelujah. ഒരുപക്ഷേ എൻ്റെ സ്വപ്നത്തിന് താമസം വന്നേക്കാം. എൻ്റെ സ്വപ്നം ഒരുപക്ഷെ ഞാൻ കണ്ട സ്വപ്നത്തിന് പൂർത്തീകരണം കാണാൻ കഴിയത്തില്ലായിരിക്കാം. ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം ഒരുപക്ഷെ ഡിലേ ആയിട്ടുണ്ടാകാം. എന്നാൽ ഏത് നിമിഷത്തിലും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ, ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം അർപ്പിക്കാനായി നമ്മുടെ ഹൃദയങ്ങൾ തയ്യാറായി നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഒരു ചിന്ത എന്നെ ബലപ്പെടുത്തിയത്, പ്രൈസ് ദി ലോർഡ്, 6-7 വാക്യങ്ങൾ വീണ്ടും വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ ചെന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നതാണ് കണ്ടത്. കാരണം എന്താ? സ്വപ്നം കണ്ടു, സ്വപ്നം അവർക്ക് വിഷാദമുണ്ടായി. യോസേഫും പല സ്വപ്നം കണ്ടു, എന്നാൽ യോസേഫ് വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പാനപാത്രവാഹകനും അപ്പക്കാരനും സ്വപ്നം കണ്ടു. അവർ സ്വപ്നം കണ്ടതിൻ്റെ പരിണതഫലമായി വിഷാദിച്ചിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ ദാറ്റ് ഈസ് എ ജോയ്ഫുൾ സിറ്റുവേഷൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. there he chooses to be അല്ലെങ്കിൽ to be joy. ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ടുള്ള that present situation made himself to be joyful. എപ്പോഴും സന്തോഷിക്കാനായിട്ടുള്ള to choose joy. സന്തോഷം തിരഞ്ഞെടുക്കാനായി. മറ്റു രണ്ടുപേരെന്താ ചെയ്തത്? അവർ നിരാശരായിരിക്കുന്നു, സ്വപ്നം കണ്ട് നിരാശരായി. എന്നാൽ യോസേഫ് സ്വപ്നം കണ്ടതുകൊണ്ട് നിരാശനായിട്ടിരുന്നില്ല. അവൻ ആ കാരാഗ്രഹത്തിലും സന്തോഷത്തോടെ അവരോട് സംസാരിക്കുകയാണ്. യോസേഫ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്താ വിഷമിച്ചിരിക്കുന്നത്? സ്വപ്നം കണ്ടിട്ടാണോ വിഷമിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കേണ്ടത് ഞാനാണ്, കാരണം ഞാനും സ്വപ്നം കണ്ടവനാണ്. എന്നാൽ ആ സ്വപ്നം കണ്ടിട്ടും he choose to be very joyful. അവൻ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാനായി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, hallelujah, God will never forsake you. Hallelujah, he will not forsake you. Trust God in our twist. Hallelujah, seek the glory of the Lord. And thirdly, hallelujah, choose to be always joyful. ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ വന്നേക്കാം. ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ആയിരിക്കാം കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്, നമ്മൾ ആലോചിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. എങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ സന്തോഷത്തോടെ, എൻ്റെ സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, എൻ്റെ സ്വപ്നത്തിന് ഡിലേ ഉണ്ടെങ്കിലും, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് ഒരുപക്ഷെ ഒരു ഡിലേ വന്നാലും ഐ വിൽ ബി ഓൾവേസ് ജോയ്ഫുൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. ഈ സന്തോഷത്തോടിരിക്കുന്ന യോസേഫ് തനിക്കൊരു ബോധ്യമുണ്ട്, ദൈവം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കരുതും. ദൈവം തനിക്ക് വേണ്ടി നീക്കുപോക്കുകളെ വരുത്തും. എന്നാൽ ഈ പ്രസന്റ് അനുഭവത്തിൽ തന്നെ അടുത്തൊരു കാര്യം, there was a hope in the midst of disappointment, or maybe there is a hope in disappointment. Praise the Lord. ആ വലിയ ഒരു പ്രതിസന്ധിയിലാണ് താൻ തുടരുന്നതെങ്കിലും അതിനകത്തും തനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ യോസേഫ് കാരാഗ്രഹ പ്രമാണി ആ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന സന്ദർഭത്തിൽ, ആ അവസരത്തിൽ പാനപാത്രവാഹകൻ ഇനിയും രാജകൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ഈ യോസേഫിൻ്റെ കാര്യം അവിടെ പ്രസ്താവിച്ചിട്ട് തനിക്ക് അവിടെ നിന്ന് ഒരു വിടുതലുണ്ടാകുമെന്ന് യോസേഫ് കരുതി. ഇവർ വന്നത് ചുരുക്കം ചില ദിവസങ്ങളെ ആ കാരാഗ്രഹത്തിൽ കിടന്നുള്ളൂ. അവരുടെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനപ്രകാരം അവർക്കൊരു വീണ്ടെടുപ്പുണ്ടായി. അതിൽ പാനപാത്രവാഹനെ തിരിച്ച് ജോലിയിലെടുത്തു, അപ്പക്കാരനെ എന്ത് ചെയ്തു? തൂക്കിക്കൊന്നു. പ്രൈസ്. എന്നിരുന്നാൽ തന്നെയും യോസേഫ് വിചാരിച്ച് കാണും, ഇനി അടുത്തത് എൻ്റെ ടേണാണ്, ഇനി എൻ്റെ ഊഴമാണ് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ളത്.
23:40 വാക്യം വായിക്കുമ്പോൾ, എങ്കിലും വാഹന്മാരുടെ പ്രമാണി എന്ത് ചെയ്തില്ല? യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ, എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾ ഹല്ലേലൂയ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, യോസേഫിൻ്റെ സ്വപ്നം വീണ്ടും അവിടെ വീണു. യോസേഫിന് സ്വപ്നത്തിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ആ പാനപാത്രവാഹകൻ യോസേഫിനെ മറന്നു. 1-2 ദിവസമാണെങ്കിൽ മറന്നെങ്കിൽ സാരമില്ല, ഒരാഴ്ചയാണെങ്കിൽ മറന്നെങ്കിൽ സാരമില്ല. 2 വർഷം യോസേഫിനെ മറന്നു എന്നാണ് പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 41 വാക്യം വായിക്കുമ്പോൾ. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഏകദേശം ലോങ് 2 years, ഈ 2 വർഷത്തിനുള്ളിൽ യോസേഫിനൊരു കാര്യം മനസ്സിലായി. സംതിങ് ദാറ്റ് ഹി ലേൺഡ്. ഡോണ്ട് പുട്ട് യുവർ കോൺഫിഡൻസ് ഓൺ എ ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യനിൽ ആശ്രയിക്കരുത്. അവൻ വിചാരിച്ചു, ഹല്ലേലൂയ, അവൻ വിചാരിച്ചു ഇപ്പോൾ കൊട്ടാരത്തിൽ ഈ വിവരം അറിയും, കൊട്ടാരത്തിൽ ചെന്നിട്ട് ഈ പാനപാത്രവാഹകൻ എൻ്റെ കാര്യം അവിടെ പറഞ്ഞ് ഞാനൊരു കുറ്റവും ചെയ്യാതെയാണ് ഇവിടെ കിടക്കുന്നുള്ള വിവരം അവിടെ ധരിപ്പിച്ചിട്ട്, കാരണം ഈ പാനപാത്രവാഹകൻ ഇത് പറയാൻ പറ്റുമെന്നുള്ളതിൻ്റെ ബോധ്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദിസ് പേഴ്സൺ ഈസ് വെരി ട്രീറ്റിംഗ് ദ കിങ് വെരി ഇൻ എ നിയർ മാനർ. വളരെ അടുത്ത് നിന്ന് സംസാരിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ജോലിയാണ് ഈ പാനപാത്രവാഹകൻ്റെ. സോ ഹി ക്യാൻ കമ്മ്യൂണിക്കേറ്റ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും. അദ്ദേഹത്തിനോട് രാജാവിന് അദ്ദേഹത്തോടും സംസാരിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. സോ ഹി വാസ് ഇൻ എ ഹോപ്പ്ഫുൾ കണ്ടീഷൻ ദാറ്റ് ദിസ് പേഴ്സൺ വുഡ് ഇൻട്രൊഡ്യൂസ് മീ ടു ദ ഫറോ ആൻഡ് ഐ വിൽ വൺ ഡേ ഗെറ്റ് റിലീസ്ഡ് ഫ്രം ദിസ് ഹല്ലേലൂയ ഫ്രം ദിസ് ജയിൽ എന്ന് വിചാരിച്ചിരുന്ന ഈ യോസെഫിന് നീണ്ട 2 വർഷം ആരും തന്നെ അവിടുന്ന് മോചിപ്പിച്ചില്ല. അപ്പോൾ ഒരു കാര്യം തനിക്ക് മനസ്സിലായി. He learned, do not put your confidence in man. മനുഷ്യനിൽ ആശ്രയിക്കരുത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലവും ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പല കാര്യങ്ങളും പല മനുഷ്യരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം. പല മനുഷ്യർ നമുക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാകാം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, മനുഷ്യർ തരുന്ന വാഗ്ദാനങ്ങളൊക്കെ ഒരുപക്ഷെ അത് അസ്തമിച്ചു പോകുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി കരുതുമ്പോൾ, ദൈവം ബാക്ക്ഗ്രൗണ്ടിൽ ചിലത് ചെയ്യുമ്പോൾ, ആ പാനപാത്രവാഹകനും ആ അപ്പക്കാരനും ആ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും ഇറ്റ് വാസ് ഗോഡ്സ് പ്രൊവിഷൻസ്. അത് ദൈവത്തിൻ്റെ ചില പദ്ധതികളായിരുന്നു, ദൈവത്തിൻ്റെ ചില ആലോചനകൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. 2 വർഷം കാലതാമസമുണ്ടായെങ്കിലും ഗോഡ് വാസ് വർക്കിംഗ് സംതിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ കാര്യവും യോസേഫിന് മനസ്സിലായത്, ഈ 2 വർഷത്തിൻ്റെ ഇടവേളയിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? യോസേഫിന് മനസ്സിലായ ഒരു കാര്യം, ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല ദൈവം എനിക്ക് വേണ്ടി വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല ദൈവം എൻ്റെ ആവശ്യത്തിന് വേണ്ടി വിചാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ 2 പ്രധാനപ്പെട്ട വസ്തുത ആർക്ക് മനസ്സിലായി? യോസേഫിന് മനസ്സിലായി. അതായത്, മനുഷ്യരിൽ ആശ്രയിച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. 2, ഞാൻ വിചാരിക്കുന്ന സമയത്തല്ല ദൈവം എനിക്ക് വേണ്ടി വിചാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന പലരും പല വിഷയത്തിൽ വളരെ പ്രതീക്ഷയോടെ, വളരെ ആഗ്രഹത്തോടെ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹി ഈസ് വർക്കിംഗ് സംതിങ് ഫോർ യു ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഹല്ലേലൂയ. ഈ കാരാഗ്രഹ പ്രമാണി ഈ പാനപാത്രവാഹകനും അവന്റെ പ്രമാണിയും, അല്ലെങ്കിൽ പാനപാത്രത്തിന്റെ പ്രമാണിയും കപ്പക്കാരന്റെ പ്രമാണിയും ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് തന്നെ ഇറ്റ് വാസ് ഗോഡ്സ് പ്രൊവിഷൻസ് ഫോർ ജോസഫ്. അത് യോസെഫിന്റെ വേണ്ടിയുള്ള കരുതലായിരുന്നു. എന്നാൽ യോസെഫിന് മനസ്സിലായി, ദൈവത്തിന്റെ സമയമാകുമ്പോൾ മാത്രമാണ് ദൈവം എനിക്ക് വേണ്ടി ചില ഉദാഹരണങ്ങളെ വരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഈ രാത്രികാലം വളരെ ശക്തമായി വിളിച്ചു പറയാം: എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
ദൈവത്തിന്റെ ചില പദ്ധതികൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സംതിങ് ഈസ് ഗോയിങ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊവിഷൻസ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇറ്റ് വിൽ ബി റിവീൽഡ് ഓൺ ദ റൈറ്റ് ടൈം when God is ought to reveal it. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് രാത്രികാലം എത്ര പേർ ഈ ദൂത് ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീരും? ഒരുപക്ഷെ നിങ്ങൾ മനുഷ്യരെ ആശ്രയിച്ച് പല പദ്ധതികളും നിങ്ങൾ ആലോചിച്ച് കാണും. മനുഷ്യരിൽ ആശ്രയിച്ച് പലതും നിങ്ങൾ സ്വപ്നം കണ്ടു കാണും. എന്നാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച, ദൈവം നിങ്ങൾക്ക് വേണ്ടി ആലോചന ചെയ്ത, ദൈവം നിങ്ങൾക്ക് വേണ്ടി പദ്ധതിയിട്ട സമയങ്ങളിൽ നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ അവിടുന്ന് റിലീസ് ചെയ്യുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് പോവുകയാണ്. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. God will never forsake you. He was forgotten, but God never forsake him. In the prison, as we see, there was twist in the life of Joseph, but that twist was not accidental. It was not coincident. It was God's provision. Hallelujah. At any moment he seek the glory of God. എവിടെയായിരുന്നാലും സ്വപ്നമാണ് തന്നെ ഇത്രത്തോളം വഷളാക്കിയതെന്ന് പറഞ്ഞ് അതിനെ വിഡ്രോ ചെയ്തില്ല. ഈ രണ്ടുപേരുടെ ആവശ്യത്തിന് മുമ്പിലും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. Praise the Lord. And he was very joyful, though he was realizing that there was a dream for me too, but it is still derailed. അത് വീണ്ടും ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ് മീ വെയിറ്റ് joyfully. സന്തോഷത്തോടെ കാത്തിരിക്കാം. ദൈവത്തിന് സമയമാകുമ്പോൾ അത് നിവർത്തിക്കും. Though he as a human expected, hallelujah, though he, hallelujah, forecast something, എന്നാലും തനിക്ക് മനസ്സിലായി ഉടനെ ഒന്നും അല്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലും he was just dreaming to get a release from this jail. ആ ജയിലിൽ നിന്നൊരു മോചനം മാത്രമാണ് താൻ ആഗ്രഹിച്ചത്. എന്നാൽ hallelujah, ഫറവോന്റെ രണ്ടാമനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട്, ഫറവോന്റെ രണ്ടാമനായി മാറ്റാൻ ദൈവത്തിന് യോസേഫിനെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അവന്റെ സ്വപ്നം അത്രയും എത്തിയില്ല. അവന്റെ സ്വപ്നം he was just dreaming to be get released from this jail. എന്നാൽ യോസേഫിന്റെ സ്വപ്നത്തിന്റെ പൂർത്തീകരണമായത് ഫറവോന്റെ രണ്ടാമനായി, അതായത് കൽപ്പനകൾ കൊടുത്താൽ ആജ്ഞാനവൃതികളായി നിൽക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പടയാളികൾ തന്റെ ചുറ്റിനും വന്ന് വണങ്ങുന്ന ഒരു യോസേഫിനെ ഉയർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പ്രിയരെ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Shall we all bow down our heads and we